ബഫർ സോണിൽ വിപുലമായ പരിശോധന വേണമെന്ന് സുപ്രീം കോടതി 3-അംഗ ബെഞ്ചിന് കേസ് വിടും. ബെഞ്ച് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ഉത്തരവിൽ ഇളവ് തേടി കേരളം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയും ഇപ്പോൾ പരിഗണിക്കുന്നില്ല. വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആശങ്കകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിധി സംബന്ധിച്ച്, ഉത്തരവ് സംബന്ധിച്ച് വ്യക്തത തേടി കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയം വിപുലമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. 3-അംഗ ബെഞ്ചിന് ഈ കേസ് വിടുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, ബഫർ സോണിൽ ഇളവ് തേടി ഇളവ് സംബന്ധിച്ച ആവശ്യം പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഇപ്പോൾ 3-അംഗ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. വിധിയിലുള്ള ചില നിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യണമെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. 3-അംഗ ബെഞ്ച് ഈ വിധി 3-അംഗ ബെഞ്ച് ഈ ഹർജി കേൾക്കുന്നതാണ് ഉചിതമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഭേദഗതി ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ഇപ്പോൾ 3-അംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നത്. അതേസമയം പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ കേരളത്തിന്റെ പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ തൽക്കാലം പരിഗണിക്കില്ല എന്നാണ് അറിയുന്നത്. ഈ വിധിയിൽ മാറ്റം വന്നാൽ പുനഃപരിശോധനയുടെ ആവശ്യമുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നത്. പഴയ വിധിയിൽ മാറ്റങ്ങൾ നോക്കാമെന്നൊരു നിരീക്ഷണവും സുപ്രീം കോടതി നടത്തുന്നുണ്ട്. ഈ വിശദമായ വാദം കേട്ട സുപ്രീം കോടതി 3-അംഗ ബെഞ്ച് ഇത് കേൾക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. വിധിക്ക് മുമ്പ് കരട് വിജ്ഞാപനം പലയിടത്തും വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം കോടതിയെ അറിയിക്കാനായില്ലെന്നാണ് അമിക്കസ് ക്യൂറി ഇക്കാര്യത്തിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സുതാര്യമായ ജനങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. അതോടൊപ്പം ഈ കരട് വിജ്ഞാപനത്തിനായി ഇത്തരത്തിൽ അഭിപ്രായം തേടിയിരുന്നുവെന്നും അമിക്കസ് ക്യൂറി കോടതിയിൽ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വന്യജീവി സങ്കേതങ്ങൾക്ക് 1 കിലോമീറ്റർ പരിധിയിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച വിധി വ്യക്തത തേടി കേന്ദ്ര സർക്കാർ, അതോടൊപ്പം തന്നെ അതിൽ കക്ഷി ചേരാനായിട്ട് സംസ്ഥാന സർക്കാരുമാണ് ഇത്തരത്തിൽ ഹർജി നൽകിയത്. ആ ഹർജി ഇപ്പോൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കമലേഷ്, ബഫർ സോൺ വിഷയത്തിൽ വിപുലമായ പരിശോധന വേണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ഇതിനായി 3-അംഗ ബെഞ്ചിന് കേസ് വിടുകയാണ്. ബെഞ്ച് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ഉത്തരവിൽ ഇളവ് തേടി കേരളം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയും ഇപ്പോൾ പരിഗണിക്കില്ല. വിവരങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണൻ.